നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി സ്ഥാപിക്കുന്നതാണ് ആ വീട്ടിലെ ജനലുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു വീടിന്റെ ഭാഗ്യനിർഭാഗ്യങ്ങളെ, ഒരു വീട്ടിലേക്കുള്ള ധനാഗമനത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ആ വീട്ടിലെ ജനലുകൾ. അതുകൊണ്ട് തന്നെ വാസ്തുവിൽ ജനൽ സ്ഥാപിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ബെഡ്റൂമിലെ ജനൽ സ്ഥാപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുത്താണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂമിന് ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന 5 കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ജീവിത വിജയത്തിന്, ജീവിതത്തിൽ സമ്പത്തും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് നമ്മുടെ ബെഡ്റൂമിലെ ജനലിനടുത്ത് ചെയ്യേണ്ട ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു 2 കാര്യമെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക. ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വീട്ടിൽ ചെയ്തതും വളരെയധികം റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും ആ വീട്ടിൽ. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ചയും വിജയങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിന്റെ ജനല് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജനലുകൾ ഒരിക്കലും പൊടി പിടിച്ച് കിടക്കാനോ അല്ലെങ്കിൽ മാറാല പിടിച്ച് കിടക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. എപ്പോഴും നമ്മൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിന്റെ ആ ഒരു ജനലിന്റെ അടുത്തായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല വാസനയുള്ള വസ്തുക്കൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുക. എന്താണ് വാസനയുള്ള വസ്തുക്കള്? നല്ല സാമ്പ്രാണി കത്തിച്ച് വെക്കാം, അല്ലെങ്കിൽ നല്ല ചന്ദനത്തിരി ആ ജനല് തുറന്നിട്ട് ആ ജനലിന്റെ അടുത്ത് കത്തിച്ച് വെക്കാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ പച്ചക്കർപ്പൂരം ഇട്ട് ആ പച്ചക്കർപ്പൂരം കൊണ്ടുവന്ന് ആ ഒരു ജനലിന്റെ പടിയിലോ അല്ലെങ്കിൽ ആ ജനലിന്റെ സമീപത്തോ ആയിട്ട് വയ്ക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനൽ തുറന്നിട്ട് പകൽ സമയത്ത് ഇത്തരത്തിൽ ചെയ്യുന്നത് ആ വീട്ടിലെ സകല ദോഷ ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനും ഐശ്വര്യം വരുവാനും കാരണമാകും. എവിടെയാണോ വാസനയുള്ളത് അവിടെ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് എവിടെയാണോ ആ വാസന നിലനിൽക്കുന്നത് അവിടേക്ക് മഹാലക്ഷ്മി ദേവി കടന്നു വരുമെന്നാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമില് ആ ജനല് തുറന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തില് വാസന കൊണ്ടുവരണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിലെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിന്റെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നന്ദ്യാർവട്ടം, ചെമ്പകം, അതുപോലെ തന്നെ നമുക്ക് നല്ല ചെന്തെങ്ങ് ഇവയൊക്കെ കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന പൂച്ചെടികൾ, അതൊക്കെ ഈ ഭാഗത്ത് നട്ടു വളർത്തുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ ആ ഒരു ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കാണാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ചെടി നട്ടു വളർത്തുക. ഒന്നുകിൽ നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന പൂച്ചെടികൾ നട്ടു വളർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നന്ദ്യാർവട്ടമോ ചെമ്പകമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെടി നിങ്ങളുടെ വീട്ടിന്റെ ആ ഒരു ബെഡ്റൂമിന്റെ ജനലിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇത് പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം, അത് ശനിയാഴ്ച ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കുറച്ച് കല്ലുപ്പ് വാങ്ങി വീട്ടിൽ വയ്ക്കുക. കല്ലുപ്പ് വാങ്ങിയിട്ട് അതൊരു പാത്രത്തിലിട്ടുകൊണ്ട് എല്ലാ ശനിയാഴ്ച ദിവസവും അത് നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിന്റെ അവിടെ ജനലിന്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. പറ്റുമെങ്കിൽ ആ ജനല് തുറന്നിട്ട് ജനലിനടുത്തായിട്ട് ഈ കല്ലുപ്പ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക.
ഒരു ദിവസം മുഴുവനായിട്ടും ഇതവിടെ വയ്ക്കണം. ഉദാഹരണമായിട്ട് ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ് നിങ്ങൾ ഇത് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം 6 മണിക്ക്, അതായത് ഞായറാഴ്ച രാവിലെ 6 മണി വരെ അവിടെ തന്നെ വയ്ക്കണം. ശേഷം ഈ കല്ലുപ്പ് നിങ്ങൾ ഒന്നുകിൽ സിങ്കിൽ ഒഴുക്കി കളയാം, അതായത് അല്പം വെള്ളത്തിൽ കലർത്തി അവിടെ കളയാവുന്നതാണ് സിങ്കിൽ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ആ വ്യക്തി ചെലവഴിക്കുന്നത് ബെഡ്റൂമിലാണ് അല്ലെ. ബെഡ്റൂമിന്റെ ജനൽ തുറന്നു വെച്ച് ഇത്തരത്തിൽ കല്ലുപ്പ് വയ്ക്കുന്നത് ആ വീട്ടിലെ സകല നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കാനും ആ ജനൽ വഴി അത് പുറന്തള്ളി പകരം പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിൽ നിറയാനും സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാമധേനു വിഗ്രഹം വാങ്ങി വയ്ക്കുക എന്ന് പറയുന്നത്. അതായത് പശുവും പശുക്കിടാവും ചേർന്ന് നിൽക്കുന്ന ചിത്രം, അത് നിങ്ങളുടെ ബെഡ്റൂമിനടുത്തായിട്ട് കൊണ്ടുവയ്ക്കുന്നത് അല്ലെങ്കിൽ ജനലിന് സമീപത്തായിട്ട് വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യം തരുന്ന കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലെ ജനലിന് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ, ഒരുപാട് വീടുകളിലെ ജനലുകൾ കണ്ടിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള പൊട്ടലാവുമ്പോൾ ഗ്ലാസ് മാറ്റാതെ അങ്ങനെ തന്നെ വയ്ക്കും. ഗ്ലാസ്സിൽ ചെറിയ വിള്ളലാണെങ്കിലും ചെറിയ പൊട്ടലാണെങ്കിലും നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം. ഒരു കാരണവശാലും പൊട്ടിയ ജനൽ ചില്ലുകൾ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെ വയ്ക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് വളരെ വലിയ ദോഷങ്ങളാണ് കൊണ്ടുതരുന്നത്. ഇനി അതുപോലെ തന്നെ ചില വീട്ടുകാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കലണ്ടർ നമ്മുടെ ഈ ഒരു ജനലിൽ കുറുകെയായിട്ട് കൊണ്ടിടുന്നത്. ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യരുത്. നമ്മളിലേക്ക് വരുന്ന പല ഭാഗ്യങ്ങളെയും ഇല്ലാതാക്കാൻ ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ജനലിന്റെ പടിയിലായാലും ജനലിന്റെ മുകൾ ഭാഗത്തായാലും ഒന്നും തന്നെ നമ്മൾ ആണിയടിക്കാനായിട്ടൊന്നും പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും കർട്ടൻ ഇടുന്നതോ എന്ന്. കർട്ടൻ ഇടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കർട്ടൻ ഇടുന്ന സമയത്ത് നമ്മൾ 2 സൈഡ് ഭാഗത്താണല്ലോ അടിക്കുന്നത്. ഇത് മധ്യഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ആണിയൊക്കെ അടിക്കുന്നത് വളരെ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യം കൂടെ എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു, ബെഡൊക്കെ മടക്കി വിരിച്ച് വൃത്തിയാക്കി വയ്ക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂമിന്റെ ആ ഒരു ജനലൊന്ന് തുറന്നിടുക. കുറച്ച് സമയത്തേക്കാണെങ്കിലും ജനൽ നിർബന്ധമായിട്ട് നമ്മൾ തുറന്നിടേണ്ടതായിട്ടുണ്ട്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്തല്ല പറയുന്നത്, സൂര്യോദയ സമയത്ത് നമ്മുടെ വീട്ടിന്റെ ആ ഒരു ജനല്, ബെഡ്റൂമിന്റെ ജനല് നിർബന്ധമായിട്ടും തുറന്നു വെച്ചിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ആ റൂമിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജം കടന്നു വരും. ഇത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. വളരെ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് വീടിന്റെ ജനൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.